ഹലോ, ഇന്ന് നമുക്ക് അല്പം ചമ്മന്തി ആയാലോ? മുളക് ചമ്മന്തി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുളക് ഇട്ട് നന്നായി വറക്കുക. ഇത് മുളക് ചൂടായി വരുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കണം ആ മുളക് മൂത്തു എന്ന്. അപ്പം ഈ മുളകെല്ലാം നമുക്ക് തണുക്കാനായിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളിയാണ് നല്ലത്. അതിൻ്റെ കൂടെ അല്പം വെളുത്തുള്ളി, അല്പം ഇഞ്ചി, അല്പം പുളി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മൂക്കണ്ട, ഒന്ന് വഴന്നാൽ മതി. അത് വന്നിട്ട് തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആ മുളകും ഇട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് ആ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരും. ഈ സമയം വെള്ളമൊന്നും ചേർക്കണ്ട, ഉള്ളിയുടെ വെള്ളവും വെളിച്ചെണ്ണയും എല്ലാം ഉണ്ടാവും, അത് മതി. അല്പം ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരും. നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡിയായി. ഇനി നമുക്കത് കഴിക്കാൻ പാകത്തിന് എങ്ങനെയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിലോട്ട് അല്പം ചമ്മന്തി എടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കുന്നത്. ഇച്ചിരിയേറെ വെളിച്ചെണ്ണ ഒഴിക്കണം. അതും കൂടി ഇട്ട് നന്നായി കൈ കൊണ്ട് ഞെരടിയെടുക്കുക. ഈ സമയം വെള്ളവും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് രണ്ട് സമാസമം ഒഴിക്കുക. ചൂടുവെള്ളം വേണേൽ ഒഴിക്കാൻ. വെളിച്ചെണ്ണ കുറച്ചിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഇനിയിപ്പം നമുക്ക് ലഞ്ച് കഴിച്ചാലോ. അല്പം ചോറെടുക്കുക, ചമ്മന്തി ഇടുക, ഒരു മുട്ട വറുത്തത്, തൈര്. നല്ല സ്വാദിഷ്ടമായ ഊണ് തയ്യാറായി കഴിഞ്ഞിരിക്കും. ഇനി നമുക്കത് ചമ്മന്തി ബാക്കിയുള്ളത് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരാഴ്ച വെളിയിലും 1 മാസം ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കാം നമുക്ക്.